അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദ്രസ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അതിന് കീഴിലുള്ള 1-ാം ക്ലാസ്സിലെ തഫ്ഹീം 2-ാം ഭാഗത്തിൽ 10-ാമത്തെ പാഠം മിളല്ലത്ത്. ആ പാഠത്തിൻ്റെ താഴ്ഭാഗത്ത് ഒരു നുറക്കിബു ബില്ലൗനി വനക്തുബു എന്ന് പറഞ്ഞിട്ട് കാണാൻ ഒരു ഭാഗം. ലാ തളിമു എന്ന് എഴുതിയിട്ട് നേരെ വെളിയിൽ നിന്നും, സ്വല്ലൈത്തു ളുഹ്റൻ എന്ന് എഴുതിയിട്ട് നേരെ അഹദൻ എന്നും, ആദാ മക്കാൻ എന്ന് എഴുതിയിട്ട് അതിൻ്റെ നേരെ മിനൽ മസ്ജിദി എന്നും കാണാം. ഇവിടെ സാധാരണ 1-ാം ക്ലാസ്സിൽ അറബി അറിയുന്ന ഉസ്താദന്മാരാണെങ്കിൽ അവർക്ക് ഇത് നുറക്കിബു ബില്ലൗനി എന്ന് പറഞ്ഞത് മനസ്സിലാവും. കളർ കൊണ്ട് യോജിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അറിഞ്ഞാൽ ഏതാണ് യോജിപ്പുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇനി ചില കുട്ടികൾ താഴെ 3 നമ്പർ കൊടുത്തിട്ടുണ്ട്, 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 1-ാം ക്ലാസ്സിൽ ചിലപ്പോൾ അങ്ങനെ അറബി അറിയാത്ത ഉസ്താദന്മാരാണെങ്കിൽ, നല്ല ഉസ്താദന്മാരാണെങ്കിൽ വലിയ ഉസ്താദന്മാരോട് ചോദിച്ച് മനസ്സിലാക്കണം. ചിലവർ ഇങ്ങനെ തന്നെ എഴുതിയിട്ട് ഇങ്ങനെ എഴുതിക്കും. അതുപോലെ ചില ഉമ്മാര് 1-ാം ക്ലാസ് അല്ലേ, അത് തൽക്കാലം ഇപ്പോൾ മദ്രസക്ക് പോകുന്നില്ല, ഞാൻ എന്നെ പഠിപ്പിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഉമ്മമാരുണ്ടാവും. അവരൊക്കെ ഇത് പൂരിപ്പിക്കുക. ലാ തളീമു ദലീലുൻ സ്വല്ലൈതു ളുഹ്റൻ അഹദൻ ഹാദാ മക്കാനൻ മിനൽ മസ്ജിദി എന്ന് പൂരിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട്. പൂരിപ്പിച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അർത്ഥം ശരിയാവില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്ക് എഴുത്ത് പഠിക്കലല്ല ഈ പാഠത്തിൻ്റെ ലക്ഷ്യം. എങ്കിലും അതിൻ്റെ യഥാർത്ഥ രൂപം അറിഞ്ഞിരുന്നാൽ അത് ഒരു ഹൈറാണല്ലോ, അതുകൊണ്ട് ഇത് പറയാം. ഇവിടെ ലാ തളിമു എന്ന് പറഞ്ഞാൽ നീ ആക്രമിക്കുകയില്ല. അതിനോട് യോജിച്ചത് അഹദൻ ഒരാളെയും എന്നുള്ളതാണ് യോജിച്ചത്. സ്വല്ലൈതു ളുഹ്റൻ ഞാൻ ളുഹ്ർ നിസ്കരിച്ചു, അതിനോട് യോജിച്ചത് മിനൽ മസ്ജിദ് പള്ളിയിൽ നിന്ന്. ഹാദാ മക്കാനും ഇതൊരു സ്ഥലമാണ്, വലിയിലും തണലുള്ള, ഇതാണ് യോജിപ്പ്. അപ്പം എങ്ങനെയാണ് കുട്ടികൾ വരക്കേണ്ടത്? ഇങ്ങനെ കളർ കൊണ്ട് വരക്കണം. സ്വല്ലൈതു ളുഹ്റൻ മിനൽ മസ്ജിദ് ഹാദാ മക്കാനും വലിയും, ഇങ്ങനെയാണ് യോജിപ്പിക്കേണ്ടത്. എൻ്റെ ബോർഡ് ചെറുതായതുകൊണ്ട് എത്ര കണ്ട് വോയിസ് ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല, നമ്മൾ പരിമിതമായ സൗകര്യങ്ങളെ കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇത് എഴുതുമ്പോൾ 1-ാമത്തെ വരിയിൽ 1 നിരത്തില്ല തളിമു അഹദൻ എഴുതുക. 2 നമ്പർ എടുത്ത് ഈ ക്രമത്തിൽ എഴുതുകയാണെങ്കിൽ സ്വല്ലൈതു ളുഹ്റൻ മിനൽ മസ്ജിദ് എന്നാണ് എഴുതേണ്ടത്. പക്ഷേ കുറഞ്ഞ സ്പേസ് പുസ്തകത്തിലുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ 3-ാമത്തത് ഇവിടെ എഴുതുക. ഹാദാ മക്കാനും വലിയും അത് എഴുതാനുള്ള ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. നേരെ മറിച്ച് സ്വല്ലൈതു ളുഹ്റൻ മിനൽ മസ്ജിദ് എന്ന് കുട്ടികൾ ഇവിടെ എഴുതുകയാണെങ്കിൽ അവിടെ സ്ഥലം തികയില്ല, പിന്നെ കുട്ടികൾ കുത്തിക്കുറിച്ച് എന്തെങ്കിലും ആക്കി ചെയ്യുക. അതുകൊണ്ട് ഇതെന്ത് ചെയ്യുക, നമ്മുടെ ഇവിടെ ഹാദാ മക്കാനും വലിയും ഇരിക്കുക. പിന്നെ 3 നമ്പർ ഇട്ടുള്ള സ്പേസിൽ ഇഷ്ടംപോലെ സ്ഥലം എത്രയൊക്കെ കുത്തിട്ടുണ്ടാവുള്ളൂ, നമ്മളെ ലൈൻ ഇങ്ങോട്ട് നീട്ടി വരച്ചു കൊടുക്കുക. എന്നിട്ട് സ്വല്ലൈതു ളുഹ്റൻ മിനൽ മസ്ജിദ് എന്ന് എഴുതിയാൽ നല്ല ഭംഗിയാവും. അപ്പോൾ ഇത് പലർക്കും ഉപകാരപ്പെടും എന്ന് കരുതിയുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നന്ദിയാക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.